ഹലോ അസ്സലാമലൈക്കും. അപ്പൊ കഴിഞ്ഞ വീഡിയോന്റെ ബാക്കിയാണ്. അങ്ങനെ ഞങ്ങൾ പോന്നപ്പോ കുറച്ച് പച്ചക്കറി പറഞ്ഞ കുമ്പളങ്ങിയും പയറും ഒക്കെ മേടിച്ചാണ്ട് വീട്ടിലേക്ക് പോന്നു. വീട്ടിലെത്തി നിസ്കാരം കഴിഞ്ഞ് ഞാൻ അടുക്കളയിൽ കയറി. അപ്പൊ ഞാൻ കുമ്പളങ്ങ കട്ട് ചെയ്തും കൊണ്ട് നിൽക്കാണ്. കുമ്പളങ്ങയും പയറ് പെരി ഒക്കെ വെക്കാൻ വിചാരിച്ചാണ്ട് അങ്ങനെ കട്ട് ചെയ്തും കൊണ്ട് നിൽക്കാണ്. നോമ്പായിട്ട് ഞാൻ ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ചോറൊന്നും ആർക്കും വേണ്ടിയിരുന്നില്ല. നോമ്പല്ലേ, എല്ലാവർക്കും ചായയും കടിയാണ് വേണ്ടത്. ചായ വേണ്ട, കടി മാത്രം. പെലച്ചക്ക് നീച്ചാലും കടി മാത്രം. അപ്പൊ അങ്ങനെയായിരുന്നു. അതുവരെ ചോറ് വെച്ചിട്ടില്ല. ചോറ് വെക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇഞ്ചക്ക് കൊണ്ടുപോകാൻ ഇടക്ക് ചോറേ കൊണ്ടുപോകുള്ളൂ. അപ്പൊ പിന്നെ ചോറ് അപ്പം വെക്കും. ഞങ്ങൾക്ക് അപ്പം ചോറിന്റെ ആവശ്യം ഉണ്ടായിട്ടില്ല. അപ്പൊ അങ്ങനെ നമുക്ക് പൊതിച്ചോറ് ഉണ്ടാക്കാലോ പറഞ്ഞാണ്ടല്ല കുമ്പളങ്ങ കറിയും പയറുപ്പേരിയും ചമ്മന്തി മീൻ പൊരിച്ചതും ഒക്കെ പാടെ തട്ടി കൂട്ടാറാണ്ട് അങ്ങനെ ചോറ് വെക്കാൻ വേണ്ടി നിന്നു. അത് കട്ടിയാൽ ഞാൻ കുമ്പളങ്ങ തീമിച്ചാണ്ട് ഞാൻ മുഹബത്ത് കസർബത്ത് ഉണ്ടാക്കാൻ വേണ്ടി വത്തൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാണ്. വത്തൊക്കെ കട്ട് ചെയ്ത് ജ്യൂസ് അടിച്ചാണ്ട് അങ്ങനെ മുഹബത്ത് കസർബത്ത് ഉണ്ടാക്കി ഫ്രിഡ്ജ് കയറ്റി വെച്ചു. ബാക്കിയുള്ള ഫ്രൂട്ട്സും കൂടി കട്ട് ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ ഇന്നപ്പോഴാണ് റയ്യാൻ വന്നിട്ട് പറഞ്ഞു ഞാൻ ചെയ്തോളാം പറഞ്ഞാണ്ട് ഞാനൊക്കെ ചെയ്യലുണ്ട് പറഞ്ഞാണ്ട് അങ്ങനെ ഓനെ ചെയ്തു. അപ്പൊ ഞാൻ പയറ് തീമക്കാൻ വേണ്ടി ഇരുന്നു. പയറൊക്കെ തീമിച്ച് ഇന്നപ്പോഴാണ് ആശി കൈജാത്താൻ പരി പോയിങ്ങാണ്ട് മാങ്ങ അറുത്തുകൊണ്ടിരുന്നു. ചമ്മന്തി ഉണ്ടാക്കാലോ അറിയാണ്ട് അങ്ങനെ ആശയത്ത് ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി കൊത്തി നുറുക്കുന്നുണ്ട്. പിന്നെ കുമ്പളങ്ങ തീമിച്ച് കുമ്പളങ്ങ വെന്താണ് എനിക്ക് തേങ്ങ അരച്ച് പറഞ്ഞ് ഇതാ പൊതിച്ചോറിനുള്ള സെറ്റപ്പ് ഉണ്ടാക്കുകയാണ്. ചോറ് പൊതിച്ചോറാക്കി വെച്ചാലല്ലേ ഉള്ളൂ പിന്നെ തിന്നണ കയ്യിൽ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഇതാ ഓരോന്ന് പൊതിക്ക് ഇട്ടുകാണ്ട് അങ്ങനെ കറിയൊക്കെ പറഞ്ഞത് സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ്. ഓരോന്ന് ഇങ്ങനെ പൊതിക്ക് ഇടുകാണ്ടിരിക്കുകയാണ്. ഓരോ പേരായിട്ടും മീൻ പൊരിച്ചതായിട്ടും അല്ലാതെ ഓരോന്ന് സെറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പൊതിച്ചോറ് നമ്മളിപ്പോൾ സെറ്റ് ആയിട്ടോ. പൊതിച്ചോറിന്റെ വീഡിയോ ഞാൻ വേറെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഏകദേശമുള്ള ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് ബാങ്ക് കൊടുക്കാനുള്ള ടൈം ആയിക്കോണു. അപ്പൊ ഇങ്ങനെ ടേബിളുമൊക്കെ ഓരോന്ന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കഴിച്ചാത്ത കഴിച്ചാത്ത അപ്പുറത്തുനിന്ന് ചക്ക തന്നത്. അപ്പൊ ചക്കി അതിൽ വെച്ചു. അപ്പൊ നമ്മളെ 21ാമത്തെ നോമ്പ് ഇവിടെ അവസാനിക്കാൻ കേട്ടോ. അപ്പൊ എല്ലാവരും ബാങ്ക് കൊടുത്ത് നോമ്പറക്കാൻ എല്ലാവരും ഇരുന്നു. ഇന്ന് ടേബിൾ മൊത്തം ഫുള്ളാണ്. ഇങ്ങനെ നോമ്പറക്കുമ്പോൾ അതൊരു വേറെ രസമാണ്. എല്ലാവരും പാടെ ഇരുന്ന് നോമ്പറക്കുമ്പോൾ. അപ്പൊ 21ാമത്തെ നോമ്പ് ഇവിടെ അവസാനിച്ചു. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ബൈ, അസ്സലാമലൈക്കും.